ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ശനിയുടെ വക്രസ്ഥിതിയെ കുറിച്ചാണ്. 2025 ജൂലൈ മാസം 15 മുതൽ നവംബർ മാസം 30 വരെ 140 ദിവസം ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിന്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്നതാണ് ഈ മകരം രാശി. അവർക്ക് വന്നു ചേരാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്, വിജയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് വിചിന്തനം ചെയ്യുന്നത്. ഈ രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം രാശിയുടെ അധിപനായിരിക്കുന്ന ആ ശനി അത് 3ാമിടത്ത് പാപന്മാർക്ക് നിൽക്കാൻ പറ്റുന്ന ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതും ബന്ധുക്ഷേത്രത്തിലാണ്. അധിക ദോഷങ്ങളൊന്നും തരികയില്ല. 7ര ശനിയൊക്കെ വിട്ടുമാറിയ കാലവുമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ വക്രസ്ഥിതി മകരം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും അനുഗ്രഹപ്രദമാണ്. പല വിധത്തിലുമുള്ള വിജയങ്ങൾ വന്നു ചേരും. ദീർഘനാളുകളായിട്ട് ആഗ്രഹിച്ചിട്ട് സാധിക്കാത്ത കാര്യം ഒന്നിലധികം സാധിക്കുന്നതിന് ഈ 140 ദിവസം അനുകൂലം. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിരിക്കുന്നു. വിവാഹ പൊരുത്തം നോക്കുന്ന കാര്യത്തിലായാലും ജാതകം എഴുതുന്ന കാര്യത്തിലായാലും അതുപോലെ തന്നെ വിവാഹ തടസ്സമോ ജോലി തടസ്സമോ കടങ്ങൾ വീടുന്നതിനോ ഒക്കെ നോക്കാൻ അവസരമുണ്ട്. ഓൺലൈനായിട്ടൊക്കെ നേരിട്ട് വന്നു. മകരം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വ്യാഴം 6ാമിടത്താണ് സ്ഥിതി ചെയ്യുന്നത്. അത്ര തൃപ്തികരമല്ല. എന്നിരുന്നാലും ചില കാര്യങ്ങൾക്ക് വ്യാഴത്തിന്റെ ആ സ്ഥിതി കൊണ്ട് അനുകൂലമാണ് താൻ. അതായത് കടങ്ങൾ വീടുക, നിയമപരമായ പ്രശ്നങ്ങൾ വിട്ടുപോവുക, അതായത് തസ്കരാരാദി വിഘ്നാദി വ്യാധയച്ച തൻഷതി മരണം വാ അരി ശസ്ത്രേണ ചിന്തനീയം. ഷഷ്ടത 6ാമിടം. ശത്രുക്കള് പരാജയപ്പെട്ടു പോവുക, നിഷ്പ്രഭരായി പോവുക, എതിരാളികൾ പരാജയപ്പെടുക. എല്ലാ മേഖലകളിലും ജോലി ചെയ്യുന്നവരായാലും വിദ്യാഭ്യാസം ചെയ്യുന്നവരായാലും ഒക്കെ ശത്രുത എല്ലാവരുടെയും ഒരു പ്രശ്നമാണ്. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴേ ശത്രുത ആരംഭിച്ചു കഴിയും. അങ്ങനെ വിഷമിച്ച് നിൽക്കുന്നവർ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അവരുടെ ശത്രുക്കൾ നിഷ്പ്രഭരാകുന്ന ഒരു സമയമാണ് ഈ വ്യാഴത്തിന്റെ സ്ഥിതി കൊണ്ട് കാണുന്നത്. അതുപോലെ നിയമപരമായ പ്രശ്നങ്ങളൊക്കെ വിട്ടുപോകുന്നതിനോ കടങ്ങൾ വീടുന്നതിനോ ഒക്കെ യോഗമുണ്ട്. അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം ഉള്ള ഒരു സമയമാണ്. അതായത് മകരം രാശിയെ സംബന്ധിക്കുന്നിടത്തോളം വ്യാഴം തൊഴിൽ സ്ഥാനത്തേക്കാണല്ലോ പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നത്. അപ്പൊ തൊഴിൽപരമായ മേന്മകൾ എന്തായാലും ഉണ്ടാകും. ശനിയുടെ അനുഗ്രഹം കൂടിയാകുമ്പോൾ ധൈര്യവും വീര്യവും ഒക്കെ വർദ്ധിക്കുകയും സ്വന്തം നിലയ്ക്ക് തീരുമാനങ്ങൾ എടുത്ത് വിജയിപ്പിക്കുവാൻ പറ്റുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ വിദേശത്ത് പോകുന്നവർക്ക്, ഇപ്പോൾ വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വളരെ അനുകൂലമായിരിക്കുന്ന സമയമാണ്. ഭ്രംശസ്ഥാനമായ രാശിയിലേക്ക് പൂർണ്ണമായ ദൃഷ്ടി ചെയ്യുന്നത് ജലരാശി അധിപൻ കൂടിയായ സർവേശ്വരകാരകനായ വ്യാഴം ദൃഷ്ടി ചെയ്യുമ്പോൾ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒക്കെ ഒരു അറുതി തീരുവാൻ, സമ്പന്നതയിലേക്ക് വരുവാൻ, സ്വന്തം നാട് വിട്ട് വിദ്യാഭ്യാസ വിജയത്തിനായിട്ടും തൊഴിൽ വിജയത്തിനായിട്ടും ഒക്കെ പോകുവാൻ അവസരം വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ആ വ്യാഴം ധനസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ പല വിധത്തിലും ഉള്ള വിജയങ്ങളാണ് വന്നു ചേരുക. ഭാഗ്യസ്ഥാനത്തേക്ക് വക്രത്തിലുള്ള ശനി അനുഗ്രഹിക്കുകയും സർവ അഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിലേക്ക് ശനി അനുഗ്രഹമുള്ളതിനാൽ ശനി വക്രത്തിൽ അനുഗ്രഹിക്കും. അപ്പോൾ ആഗ്രഹങ്ങൾ സാധിക്കുക. അതുപോലെ തന്നെ സഹോദര സ്ഥാനീയരോ സുഹൃത്തുക്കളോ ഒക്കെ സഹായത്തിനുണ്ടാകുക. ഉത്തമമായ രീതിയിൽ വിജയങ്ങൾ വന്നു ചേരുക. വിജയങ്ങളൊക്കെ വന്നു ചേരും. ഏതെങ്കിലും തരത്തിൽ അലസത വന്ന് ഈ അടുത്ത
സമയത്തൊക്കെ വന്നു പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ വിദ്യാ അലസതയൊക്കെ മാറി വിദ്യാവിജയങ്ങൾ വന്നു ചേർന്ന് സർവ ആഗ്രഹങ്ങളും സാധിക്കുന്ന ഒരു കാര്യം. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഒരു വിവാഹം മനസ്സിനിണങ്ങിയത് വന്ന് വാക്കാകുന്നതിനും ഒക്കെ ഈ സമയത്ത് യോഗമുണ്ട്. അതായത് മകരം രാശിയെ സംബന്ധിക്കുന്നിടത്തോളം ദാമ്പത്യ ഭാവത്തിന്റെ അധിപനായിരിക്കുന്ന ചന്ദ്രൻ ഇഷ്ടഭാവങ്ങളിലൂടെ ഒരു മാസത്തിനുള്ളിൽ ഒരു റൗണ്ട് ചെയ്യുമ്പോൾ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിനോടും ദാമ്പത്യകാരകനായിരിക്കുന്ന ശുക്രൻ പ്രബല ഗ്രഹമായ ശുക്രനോടുമൊക്കെ യോഗം ചെയ്തുകൊണ്ട് ഇഷ്ടഭാവത്തിലൂടെയൊക്കെ സഞ്ചരിച്ചു വരുമ്പോൾ പെട്ടെന്നൊരു വാക്ക് ആയി, പെട്ടെന്ന് സെറ്റായി എന്ന് പറയും. അങ്ങനെ ഒക്കെ യോഗമുള്ള ഒരു സമയമാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുന്നതിന് യോഗമുണ്ട്, ഭാഗ്യമുണ്ട്. സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാൻ ആരംഭിക്കാം. മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ഉല്ലാസയാത്ര പോകുന്നതിനോ പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ വന്നു ചേരുവാൻ ഈ ശനിയുടെ വക്രസ്ഥിതി കൊണ്ടും വ്യാഴത്തിന്റെ സ്ഥിതി കൊണ്ടും ശുക്രന്റെ സ്ഥിതി കൊണ്ടും നല്ലതാണ്. ശുക്രൻ ബലവാനാകുകയാണ്, പൂർണ്ണ ബലവാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഇനി സപ്തമഭാവത്തിലേക്ക് നിവൃത്തിസ്ഥാനത്തേക്കും ഒക്കെ വരുന്നുണ്ട്. ഇതര വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ, അത് വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവരോ ഗവൺമെന്റോ തത്തുല്യ പദവിയോടുകൂടിയ ജോലികൾ ചെയ്യുന്ന പ്രൈവറ്റ് മേഖലകളിൽ ജോലി ചെയ്യുന്നവരും ആതുര സേവന മേഖലയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവര്, കൃഷി കാര്യങ്ങളില്, സൈനിക അർദ്ധ സൈനിക വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവര്, അവർക്കൊക്കെ പുരോഗതികൾ വന്നു ചേരുവാൻ യോഗമുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ശനിപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക. ശാസ്താവിനെ ഭജിക്കുക, ശനീശ്വരനെ ഭജിക്കുക, ഗണപതി ഹോമം വഴിപാടുകളൊക്കെ ചെയ്യുക, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതുമൊക്കെ ദോഷങ്ങളെ ഇല്ലാതാക്കുകയും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുന്നതുമാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.